കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 11, 27 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശുവും ശിഷ്യന്മാരും വീണ്ടും ജെറുസലേമിൽ വന്നു. അവൻ ദേവാലയത്തിലൂടെ നടക്കുമ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും അവൻ്റെ അടുത്തെത്തി. അവർ അവനോട് ചോദിച്ചു, എന്തധികാരത്താലാണ് നീ ഇവയൊക്കെ ചെയ്യുന്നത്? ഇവ പ്രവർത്തിക്കുന്നതിന് ആരാണ് നിനക്ക് അധികാരം നൽകിയത്? യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാം, എന്നോട് ഉത്തരം പറയുവിൻ. എന്തധികാരത്താലാണ് ഞാനിവ ചെയ്യുന്നതെന്ന് അപ്പോൾ പറയാം. യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? ഉത്തരം പറയുവിൻ. അവർ പരസ്പരം ആലോചിച്ചു. സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്ന് അവൻ ചോദിക്കും. മനുഷ്യരിൽ നിന്ന് എന്ന് പറയാൻ അവർക്ക് ജനങ്ങളെ ഭയമായിരുന്നു. കാരണം യോഹന്നാൻ യഥാർത്ഥത്തിൽ ഒരു പ്രവാചകനാണെന്ന് എല്ലാവരും കരുതിയിരുന്നു. അതിനാൽ അവർ യേശുവിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ യേശു പറഞ്ഞു, എന്തധികാരത്താലാണ് ഞാൻ ഇവ ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, തിരുഹൃദയ മാസത്തിൻ്റെ ആദ്യ ദിവസമായിരിക്കുമ്പോൾ ഇന്നത്തെ വായനകളിലൂടെയെല്ലാം കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ചില ഭാവങ്ങൾ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട്. ആദ്യ വായന ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. യുദാസിൻ്റെ ലേഖനത്തിൽ നിന്നാണ്. യുദാസ് പറയുകയാണ്, നാം നമ്മുടെ സഹോദരങ്ങളോട് കരുണ കാണിക്കണം. എന്നിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് അടുത്ത സെൻറ്റൻസ് പറയുകയാണ്, നമ്മൾ നമ്മുടെ സഹോദരങ്ങളോട് അനുകമ്പയും കൂടി കാണിക്കണം. ആരോടൊക്കെയാണ് കാണിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മെ വേദനിപ്പിക്കുന്നവർ, നമ്മൾ മുറിപ്പെടുത്തുന്നവർ, സ്നേഹത്തിൽ നിന്നും പിന്തിരിഞ്ഞ് നടന്നവർ, വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചു പോയവർ, ആരുമാകട്ടെ, നമ്മുടെ കൺമുമ്പിൽ ദൈവം അനുവദിക്കുന്ന ജീവിതങ്ങളോട് കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന സ്നേഹവും കരുണയും അനുകമ്പയും നാം കാണിക്കണമെന്ന് വളരെ ശക്തമായിട്ട് യുദാസ് പറയുകയാണ്. നമുക്ക് നോർമലി നമ്മുടേതായ ഒരു ഹൃദയമുണ്ട്. കർത്താവിൻ്റെ തിരുഹൃദയത്തെ മാറ്റി വെച്ചാൽ നമുക്ക് നമ്മുടേതായ ഒരു ഹൃദയത്തിൻ്റെ തീരുമാനങ്ങളും ചായ്വുകളും മനോഭാവങ്ങളൊക്കെയുണ്ട്. ഈ തിരുഹൃദയ മാസം നമ്മൾ യഥാർത്ഥത്തിൽ പരിശ്രമിക്കുന്നത് കർത്താവിൻ്റെ തിരുഹൃദയത്തിനിണങ്ങിയ ഒരു ഹൃദയമാക്കി നമ്മുടെ ഹൃദയത്തെ മാറ്റണമെന്നുള്ള പ്രാർത്ഥനയും അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ്. അപ്പോൾ കർത്താവിൻ്റെ തിരുഹൃദയത്തിലേക്ക് നമ്മൾ വളരുമ്പോൾ യഥാർത്ഥത്തിൽ തിരുഹൃദയത്തിൻ്റെ സ്വഭാവത്തിലേക്കാണ് നമ്മൾ വളരുന്നത്. അല്ലെങ്കിൽ കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ വെളിപ്പെടുത്തപ്പെട്ട സ്നേഹം, ദയ, നന്മ, കരുണ, വിശ്വസ്തത, അനുകമ്പ, അനുസരണം, ഇതിലേക്കൊക്കെയാണ് നമ്മൾ വളരുന്നത്. യുദാസിൻ്റെ ലേഖനത്തിൽ എഴുതി വച്ചിരിക്കുന്ന ചില വിഷയങ്ങൾ ഇന്ന് ആദ്യവായനോട് നമുക്ക് തന്നിരിക്കുന്നത് വളരെ ശക്തമായിട്ട് ഈ തിരുഹൃദയത്തിൽ വളരാനുള്ള ചില നിരന്തരമായ പ്രയത്നത്തിൻ്റെ ഭാഗമായി നമ്മൾ എടുക്കേണ്ട നിലപാടുകളാണ്. അതിനത് പറയാണ്, വിശ്വാസമില്ലാത്തൊരുവനാകട്ടെ, ദൈവത്തെ അറിയാത്തവനാകട്ടെ, വിശ്വാസത്തിൽ വ്യതിചലിച്ചവനാകട്ടെ, അവനോടും അനുകമ്പ കാണിക്കാൻ പറ്റണം, അവനോടും കർത്താവിൻ്റെ സ്നേഹം കാണിക്കാൻ പറ്റണം, അവനോടും കരുണ കാണിക്കണമെന്നാണ് വളരെ മനോഹരമായിട്ട് യുദാസ് പറഞ്ഞു. അത് കർത്താവിൻ്റെ തിരുഹൃദയത്തിൻ്റെ ഭാവമാണ്. ഈശോ എല്ലാവരോടും കരുണ കാണിച്ചു. യുദാസിനോട് കരുണ കാണിച്ചു, പത്രോസിനോട് കരുണ കാണിച്ചു. കാരണം തന്നെ ഒറ്റിക്കൊടുത്തവനും തള്ളിപ്പറഞ്ഞവരോടെല്ലാം ഈശോ കരുണ കാണിച്ചു. ആരെല്ലാം തന്നെ മുറിപ്പെടുത്തിയോ, ആരെല്ലാം തന്നെ വേദനിപ്പിച്ചോ, തൻ്റെ കാൽവരിയിലേക്കുള്ള യാത്രയിൽ ആരെല്ലാം അവനിൽ വിശ്വസിച്ചുവോ വിശ്വസിക്കാതിരുന്നുവോ എല്ലാവർക്കും വേണ്ടിയാണ് യേശുവിൻ്റെ ഹൃദയം പിളർക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം. ആ സ്നേഹം പിളർക്കപ്പെട്ടത്, മുറിയപ്പെട്ടത്, തകർക്കപ്പെട്ടത്, കാൽവരിയിൽ ബലിയായി തീർന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അവനിൽ വിശ്വസിക്കുന്ന ജനതയ്ക്ക് വേണ്ടി മാത്രമല്ല, അവനെ ഏറ്റുപറഞ്ഞ ജനപദങ്ങൾക്ക് വേണ്ടി മാത്രം, എല്ലാവർക്കും വേണ്ടി തുറക്കപ്പെട്ടതാണ് യേശുവിൻ്റെ ഹൃദയം.
എല്ലാവർക്കും വേണ്ടി മുറിയപ്പെട്ടതാണ് അവൻ്റെ തിരുഹൃദയം. അപ്പോൾ എല്ലാവരോടും അവൻ കരുണ കാണിച്ചു, എല്ലാവരോടും യേശു അനുകമ്പ കാണിച്ചു, എല്ലാവരെയും അവന് സ്നേഹിച്ചു എന്നുള്ളത് തന്നെയാണ് കർത്താവിൻ്റെ തിരുഹൃദയത്തിൻ്റെ പ്രാധാന്യം. നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ തിരിച്ചറിയുക. ഇനി സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അവിടെ മനോഹരമായിട്ട് ഈശോ കർത്താവ് ഇങ്ങനെ രോഗികളെ സുഖപ്പെടുത്തുന്നു, പിശാചുകളെ ബഹിഷ്കരിക്കുന്നു. കണ്ണുകൊണ്ട് കണ്ടാൽ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. അനേകർ യേശുവിൻ്റെ കൂടെ തിങ്ങിക്കൂടുന്നുമുണ്ട്. ഇതെല്ലാം കണ്ടപ്പോൾ ജനപ്രമാണികൾക്കും നിയമജ്ഞർക്കും ഫരിസേയർക്കും പുരോഹിതന്മാർക്കൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടായിട്ട് അവർ വന്നിട്ട് ചോദിക്കുക, എന്ത് അധികാരത്തിലാണ് നീ ഇത് ചെയ്യുന്നത്? ഇവരാണുള്ള അധികാരം കൊടുക്കുന്നതിനൊക്കെ, പിന്നെ എന്ത് അധികാരത്തിലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? അപ്പം അതിന് ഈശോ ഡയറക്റ്റ് മറുപടി പറയുന്നില്ല. നമുക്കറിയാം, ഈശോ പറഞ്ഞു, നിങ്ങൾ ഞാൻ പറയുന്ന ചോദ്യത്തിന് ഉത്തരം പറയുവാണെങ്കിൽ ഞാൻ പറയാം എന്ത് അധികാരത്തിലാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് ചോദിച്ചു, യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നാണോ അല്ലയോ എന്ന് ചോദിച്ചു. അപ്പം അത് പറഞ്ഞാൽ ഉറപ്പായിട്ട് അവർ കൊടുക്കും, അവർക്കൊന്നും പറയാൻ പറ്റില്ല. സ്വർഗത്തിൽ നിന്ന് പറയാൻ പറ്റിയല്ല. കാരണം പിന്നെ എന്തുകൊണ്ട് യോഹന്നാൻ പറഞ്ഞതൊന്നും നിങ്ങൾ വിശ്വസിച്ചില്ല? ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് ഈ യോഹന്നാനാണ് വിളിച്ചു പറഞ്ഞത്, യേശുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട്. യോഹന്നാൻ്റെ ശിഷ്യന്മാരായിരുന്നവർ യേശുവിൻ്റെ ശിഷ്യന്മാരായി മാറി. അപ്പം അനുതാപത്തിൻ്റെ സ്നാനം നൽകി. എന്നിട്ട് പറഞ്ഞ്, എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ ഞാൻ യോഗ്യനല്ല, അവൻ അഗ്നി കൊണ്ട് പരിശുദ്ധാത്മാവിനാൽ. അപ്പം ഇതൊക്കെ എന്തുകൊണ്ട് വിശ്വസിച്ചില്ല എന്നുള്ള ചോദ്യം വരും. ഇനി മനുഷ്യരിൽ നിന്ന് പറഞ്ഞാലോ, മനുഷ്യരെല്ലാം യോഹന്നാനെ അതുപോലെ വിശ്വസിച്ച് അവർ പ്രവാചകനായിട്ട് വിശ്വസിച്ചിരുന്നു. അവരൊന്നും മിണ്ടിയില്ല. യേശു പറഞ്ഞു, എന്തധികാരത്താലാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നില്ല എന്ന് യേശു പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ യേശുവിനുണ്ടായിരുന്ന അധികാരം എവിടെ നിന്നുള്ളതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യേശുവിൻ്റെ മുഴുവൻ അധികാരവും തൻ്റെ പിതാവിൽ നിന്നും വരുന്നു. പിതാവിൻ്റെ അധികാരമാണ്, അതായത് പിതാവ് പറഞ്ഞതും പിതാവ് ചെയ്യാൻ ആഗ്രഹിച്ചതുമാണ് ഈശോ തൻ്റെ ജീവിതത്തിലുടനീളം ചെയ്തത്. അതുകൊണ്ടാണല്ലോ പിതാവിൻ്റെ പ്രവർത്തികൾ, പിതാവിൻ്റെ വാക്കുകൾ എല്ലാം തൻ്റെ ജീവിതത്തിലൂടെ യേശു പൂർത്തിയാക്കി. അപ്പോൾ യേശു തൻ്റെ ജീവിതത്തിൽ ഉടനീളം ചെയ്ത പ്രവർത്തികളുടെ പിന്നിലുള്ള അധികാരം എന്ന് പറഞ്ഞത് ദൈവത്തിൽ നിന്നുള്ള, പിതാവിൽ നിന്നുള്ള അധികാരമാണ്. പിതാവിൽ നിന്നുള്ള അധികാരം നമുക്ക് കിട്ടുമ്പോൾ ആ അധികാരത്തിൻ്റെ മീതെ ഒരധികാരവുമില്ല. അതുകൊണ്ടാണല്ലോ ദൈവിക നിയമങ്ങൾക്കും മീതെ ഒരു മാനുഷിക നിയമങ്ങളെയും നമുക്ക് വയ്ക്കാൻ പറ്റില്ല. സഭയുടെ എക്കാലത്തെയും നിലപാടുകൾ അതാണ്. അതുകൊണ്ടാണ് ലോകത്ത് പല രാഷ്ട്രങ്ങളും ഉദരത്തിൽ വെച്ച് കുഞ്ഞുങ്ങളെ 10 മാസത്തിൽ 10ാമത്തെ ആഴ്ചയിലും 15ാമത്തെ ആഴ്ചയിലും 1, 2, 3 ഏതെങ്കിലും ആഴ്ചകളിൽ വെച്ച് കൊല്ലാമെന്നൊക്കെ ലീഗലൈസ് ചെയ്യുമ്പോൾ പല ഭരണകൂടങ്ങളും ഉദരത്തിൽ വെച്ച് കുഞ്ഞുങ്ങളെ കൊല്ലാമെന്ന്, അബോർഷൻ ന്യായീകരിച്ച് സാധൂകരിച്ച് കൊന്നുകളയാമെന്ന് പറയുമ്പോൾ സഭ കഴിഞ്ഞ 2000 വർഷങ്ങളായിട്ട് ദൈവിക നിയമമായി കൊല്ലരുത് എന്നുള്ള ദൈവിക നിയമത്തിനപ്പുറം പോകാൻ തയ്യാറാകുന്നില്ല. അതോടൊപ്പം തന്നെ സ്വകാര്യ ഈ കുംഭസാരം എന്ന കൂദാശയുടെ അതിൻ്റെ ആ പ്രൈവസി ഉണ്ടല്ലോ, അത് ഇന്നും 10,000-2000 വർഷങ്ങളായിട്ട് സഭ പുലർത്തിക്കൊണ്ടിരുന്ന നിലപാടുകളാണ്. ദൈവിക നിയമങ്ങൾക്കും മീതെയല്ല മാനുഷിക നിയമങ്ങൾ എന്നറിയണം. കാരണം ദൈവിക നിയമങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സ്വർഗം ആലേഖനം ചെയ്ത നിയമങ്ങളാണ്. അതിനു മീതെ നമ്മൾ മാനുഷിക നിയമങ്ങൾ കൊണ്ടുവരികയും മാനുഷിക നിയമങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുമ്പോൾ അത് ദൈവിക നിയമങ്ങൾക്കെതിരെയുള്ള കടന്നുകയറ്റമായിട്ട് മാറും. അത് സമൂഹത്തിൻ്റെ നന്മയുടെ, സാഹോദര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഒക്കെ താളം തെറ്റുന്ന അനുഭവത്തിലേക്ക് മാറും. കാരണം അത് പാപമാണ്. പാപത്തിൻ്റെ സ്വാധീനം എത്ര കണ്ട് നമ്മളെ സ്വാധീനിക്കും നമുക്കറിയാം. എത്ര കണ്ട് മനോഹരമായിട്ട് പോകുന്ന സംവിധാനങ്ങളെ തകിടം മറിക്കും നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ലോകത്തിൻ്റെ സംവിധാനത്തിൻ്റെ ഇന്നോളമുള്ള സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നിലനിൽപ്പിന് തന്നെ എതിരായിട്ട് നിൽക്കുന്നതാണ് ദൈവകൽപ്പനകൾ ലംഘിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈശോയുടെ അധികാരം അത് പിതാവിനോടുള്ള സ്നേഹത്തിൻ്റെ, ഐക്യത്തിൻ്റെ അധികാരമാണ്. നമ്മുടെ അധികാരം ദൈവിക നിയമങ്ങളെ മാനിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആത്മാവിലുള്ള അധികാരമാണ്. വിശുദ്ധ ജീവിതത്തിൻ്റെ, വിശ്വാസ ജീവിതത്തിൻ്റെ അധികാരമാണ്. ഈ അധികാരത്തിൽ നിന്നുകൊണ്ട് സ്നേഹിക്കാനും ക്ഷമിക്കാനും കരുണ കാണിക്കാനും അനുകമ്പയോടെ പെരുമാറുവാനും ഒക്കെ കർത്താവിൻ്റെ തിരുഹൃദയ സ്നേഹം നമ്മെ ക്ഷണിക്കുകയാണ്. ഈ സ്നേഹത്തിൽ സമർപ്പിച്ച് സ്വയം വിശുദ്ധീകരിക്കപ്പെടുവാനും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.